In this session, we shall discuss the Sale of Goods Act 1930. So that is the fifth module in your syllabus, and that is the final module. Sale of Goods Act 1930. And first, we shall discuss the definition of the contract of sale. That is given in section 4, subsection 1. Definition contract of sale given in section 4 subsection 1. A contract of sale of goods is a contract whereby the seller transfers or agrees to transfer the property in the goods to the buyer for a price. Where the seller transfers or agrees to transfer the property in the goods to the buyer for a price. രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. സെല്ലർ ഒന്നെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ എഗ്രീസ് ടു ട്രാൻസ്ഫർ ദി പ്രോപ്പർട്ടി ഇൻ ദി ഗുഡ്സ്. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ടൈറ്റിൽ, ഉടമസ്ഥാവകാശം, സാധനങ്ങളുടെ ഉടമസ്ഥാവകാശം സെല്ലർ ബയറിന് കൈമാറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുമെന്നുള്ളൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയോ ചെയ്യുന്നതാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ. Section 4, subsection 2 of the Sale of Goods Act 1930. Then, ഇവിടെ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. രണ്ട് വ്യക്തികളാണ്. In a contract of sale or in a sale, there are two persons. The seller ആരാണ്? A person who sells or agrees to sell the goods, seller. Buyer, a person who buys or agrees to buy the goods. ഒരു സെയിൽ ആണെങ്കിലും എഗ്രിമെൻ്റ് ടു സെല്ലാണെങ്കിലും രണ്ട് പാർട്ടിക്കാരുണ്ടാകും, സെല്ലറും ബയറും. ദെൻ നമ്മളടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എ കോൺട്രാക്ട് ഓഫ് സെയിൽ മേ ബി അബ്സല്യൂട്ട് ഓർ കണ്ടീഷണൽ. ഇൻ അബ്സല്യൂട്ട് കോൺട്രാക്ട് ഓഫ് സെയിൽ ദി ഓണർഷിപ്പ് പാസസ് ഫ്രം ദി സെല്ലർ ടു ദി ബയർ ഇമ്മീഡിയറ്റ്ലി. ഇൻ കേസ് ഓഫ് ആൻ അബ്സല്യൂട്ട് സെയിൽ, the ownership passes from the seller to the buyer immediately after the contract of sale, അല്ലെങ്കിൽ immediately after the sale. സെയിൽ നടക്കുകയോ കോൺട്രാക്ട് ഓഫ് സെയിൽ എൻ്റർ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇനി കണ്ടീഷണൽ ആണെങ്കിൽ ദി പ്രോപ്പർട്ടി ഇൻ ദി ഗുഡ്സ് ഓർ ദി ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് വിൽ ബി ട്രാൻസ്ഫർഡ് ഓൺലി അപ്പോൺ ദി ഫുൾഫിൽമെൻറ്റ് ഓഫ് സർട്ടൻ കണ്ടീഷൻസ് or on a future date. ഓർത്തിരിക്കുക, a sale can be absolute or conditional, or a contract of sale can be absolute or conditional. Then what is the meaning of sale? Sale എന്ന് പറഞ്ഞാൽ എന്താ? Sale means the ownership of goods is immediately transferred from the seller to the buyer. Sale ആണെങ്കിൽ the ownership in the goods or title in the goods is immediately transferred from a seller to the buyer. സെയിലിൽ പെട്ടെന്ന് തന്നെ, സെയിൽ നടന്നു കഴിയുമ്പോൾ ഉടൻ തന്നെ സെല്ലറിൽ നിന്നും ബയറിലേക്ക് ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യപ്പെടുന്നു. ദെൻ എഗ്രിമെൻ്റ് സെല്ലാണെങ്കിലോ? എഗ്രിമെൻ്റ് സെല്ലാണെങ്കിൽ ദാറ്റ് ഈസ് ഡെഫിനേഷൻ ഈസ് ഗിവൺ ഇൻ സെക്ഷൻ 4 സബ്സെക്ഷൻ 3. അതിൽ തന്നിരിക്കുന്ന ഡെഫിനേഷൻ ഒന്ന് നോക്കാം. വെയർ അണ്ടർ എ കോൺട്രാക്ട് ഓഫ് സെയിൽ ദി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ഈസ് ടു ടേക്ക് പ്ലേസ്. വെയർ ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ the transfer of property is to take place at a future time, or subject to some condition thereafter to be fulfilled, or subject to certain or some conditions thereafter to be fulfilled. The contract is called an agreement to sell. ഒരു എഗ്രിമെൻ്റ് ടു സെയിൽ ആണെങ്കിൽ, അല്ലെങ്കിൽ എ കോൺട്രാക്ട് ടു സെൽ ആണെങ്കിൽ എന്താണ്? ഭാവിയിലാണ്, അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന അനുസരിച്ചാണ് ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. സെയിലാണെങ്കിൽ സെയിൽ നടന്നു കഴിഞ്ഞ് ഉടൻ തന്നെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ ഓണർഷിപ്പ് ഓർ പ്രോപ്പർട്ടി ഇൻ ദി ഗുഡ്സ് വിൽ ബി ട്രാൻസ്ഫേർഡ്, ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫേർഡ്. കോൺട്രാക്ട് സെയിലാണെങ്കിൽ സെയിൽ വിൽ ഹാപ്പൻസ് ഓൺലി അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്, ഓർ സെയിൽ വിൽ ഹാപ്പൻസ് ഓൺലി ഓൺ ദി ഫുൾഫിൽമെൻറ്റ് ഓഫ് സർട്ടൻ കണ്ടീഷൻസ്. അപ്പോൾ അത് രണ്ടും കൂടെ ഓർത്തിരിക്കുക. ഈ എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് സെയിലിൻ്റെ എക്സാമ്പിൾ ആണല്ലോ, എ സെൽസ് ഹിസ് കാർ ടു ബി for ₹1 lakh. തീർന്നു.
എ അയാളുടെ കാറ് ബിക്ക് വിറ്റ് 1,00,000 രൂപയ്ക്ക്. പിന്നെ പിന്നീട് എന്താ രണ്ടാമത്തേത്, എ എഗ്രീസ് ടു സെൽ ഹിസ് കാർ ഓൺ 1st January ഓർ ഓൺ 31st March ഓർ ഓൺ ദി പേയ്മെൻറ്റ് ഓഫ് ₹1 lakh. കണ്ടീഷൻ വീണ്ടും പറഞ്ഞു 1,00,000 രൂപ കൊടുക്കുമ്പോൾ ഇവിടെ എല്ലാം എന്താ ഒരു ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല. ഇപ്പോൾ സെയിലും എഗ്രിമെൻറ്റ് സെല്ലും ഉണ്ട്. അതിൻ്റെ അകത്ത് രണ്ടിൻ്റെയും കൂടി ഡിഫറൻസ് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽ ആൻഡ് എഗ്രിമെൻറ്റ് ടു സെൽ. അതിൻ്റെ ഉടമസ്ഥാവകാശം എപ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു? ഇത് ഒരു എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് ആണോ, എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് ആണോ? ഇനി ഇതിൻ്റെ ഗുഡ്സ് നശിച്ചു കഴിഞ്ഞാൽ എന്താണ്, ആർക്കാണ് ഇതിൻ്റെ നഷ്ടം വരുന്നത്? ഇനി ബയറോ സെല്ലറോ ഇൻസോൾവൻ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഡിഫറൻസസ് ആണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ, ദി ഓണർഷിപ്പ് ഇൻ ദി ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദി സെല്ലർ ടു ദി ബയർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി കോൺട്രാക്ട്. ഇൻ കേസ് ഓഫ് സെയിൽ, the property or ownership in the goods is transferred immediately in case of sale. അതേസമയം in case of an agreement to sell, the ownership is to be transferred at some future date or after the fulfillment of certain conditions. അതാണ് ആദ്യത്തെ ഒരു ഡിഫറൻസ് ആയിട്ട്. എപ്പോഴാണ് ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്? സെയിലാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി സെയിൽ, then agreement to sell ആണെങ്കിൽ at a future date or after the fulfillment of certain conditions. Then in case of sale, if the goods are destroyed after the agreement, after sale നടന്നു കഴിഞ്ഞാൽ ഗുഡ്സിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ the loss falls on the buyer even though the goods are in the custody of the seller. വിൽപ്പനയുടെ കാര്യത്തിൽ, സെയിലിൻ്റെ കാര്യത്തിൽ എന്താ, സെയിൽ കഴിഞ്ഞ് സാധനങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുക അല്ലെങ്കിൽ സാധനം നശിച്ചു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ സാധനങ്ങൾ, ഈ ഗുഡ്സ് സെല്ലറിൻ്റെ കൈവശമാണെങ്കിൽ പോലും ദി ലോസ് വിൽ ബി ദാറ്റ് ഓഫ് ദി ബയർ. ഇൻ കേസ് ഓഫ് ആൻ എഗ്രിമെൻറ്റ് ടു സെൽ, ദി ലോസ് വിൽ ബി ദാറ്റ് ഓഫ് ദി സെല്ലർ. കാരണം ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല. എഗ്രിമെൻറ്റ് ടു സെല്ലാണെങ്കിൽ ദി ലോസ് ആസ് എ റൂൾ ഫോൾസ് ഓൺ ദി സെല്ലർ. വിൽപ്പനക്കാരനാണ്, ബയർക്കല്ല. എ സെയിൽ ഈസ് ആൻ എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്, എഗ്രിമെൻറ്റ് ടു സെൽ ഈസ് ആൻ എക്സിക്യൂട്ടറി കോൺട്രാക്ട്. ഭാവിയിൽ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്, എക്സിക്യൂട്ടർ ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്തു, നടപ്പിലാക്കി കഴിഞ്ഞത്. ഇനി ഇഫ് ദി ബയർ ഫെയിൽസ് ടു പേ ദി പ്രൈസ്, ദി സെല്ലർ ക്യാൻ സ്യൂ ഫോർ ദി പ്രൈസ്. സെയിലാണെങ്കിൽ എന്താ, ബയർ പണം കൊടുക്കുന്നില്ല, വില കൊടുക്കുന്നില്ലെങ്കിൽ സെല്ലറിന് പ്രൈസിന് വേണ്ടി കേസ് കൊടുക്കാം. അതേസമയം എഗ്രിമെൻറ്റ് ടു സെല്ലാണെങ്കിൽ, ഇൻ കേസ് ഓഫ് എൻ എഗ്രിമെൻറ്റ് ടു സെൽ, ദി സെല്ലർ ക്യാൻ ഓൺലി എൻറ്റൈറ്റിൽ ടു ക്ലെയിം ഡാമേജസ്. എഗ്രിമെൻറ്റ് ടു സെല്ലാണ്, സാധനങ്ങൾ ബയർ വാങ്ങിക്കൊണ്ട് പോകുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ എഗ്രിമെൻറ്റിൽ നിന്ന് ബയർ പിന്മാറിക്കഴിഞ്ഞാൽ സെല്ലറിന് ഒരു റെമഡിയേ ഉള്ളൂ. ഹി ക്യാൻ sue for damages, he cannot sue for price. കാരണം ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടില്ല. Then if the buyer becomes insolvent before he pays for the goods, the seller can claim only rateable dividend from the receiver. വിൽപ്പന നടന്നു, സാധനം കൈമാറ്റം ചെയ്തു കഴിഞ്ഞു, പണം കിട്ടിയില്ല എങ്കിൽ, if the buyer becomes insolvent, the seller can claim only rateable dividend from the official receiver. അതേസമയം in case of an agreement to sell, the seller can refuse to deliver the goods. ഉടമസ്ഥാവകാശവും പൊസഷനും ഡെലിവറി ചെയ്യാൻ റെഫ്യൂസ് ചെയ്യാം. അവിടെ എന്താ, അവിടെ സെല്ലർക്ക് നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല. if the buyer becomes insolvent, then if the seller becomes insolvent, the buyer is entitled to recover the goods from the seller. വിൽപ്പന കഴിഞ്ഞ് സെല്ലർ ഇൻസോൾവൻ്റ് ആയി കഴിഞ്ഞാൽ ബയറിന് സെല്ലറിൽ നിന്ന് ആ സാധനങ്ങൾ റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. Then in case of an agreement to sell, if the seller becomes insolvent, the buyer who has paid the price, എഗ്രിമെൻറ്റ് സെൽ ആണെങ്കിലും ബയർ അതിൻ്റെ വില കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, he can claim only reasonable dividend. അങ്ങനെ എഗ്രിമെൻറ്റ് സെല്ലാണെങ്കിൽ വില കൊടുത്തു കഴിഞ്ഞു, കാരണം ഉടമസ്ഥാവകാശം അപ്പോഴും ആരുടെ കയ്യിലായിരിക്കുന്നത്, സെല്ലറിൻ്റെ കയ്യിലാണ്. അപ്പം അങ്ങനെ സെല്ലർ ഇൻസോൾവൻ്റ് ആയി കഴിഞ്ഞാൽ പണം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് അടച്ചിട്ടുണ്ടെങ്കിൽ പോലും ബയറിന് എന്താണ്,
ഡിവിഡൻഡ് മാത്രമേ ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു 6 കാര്യങ്ങൾ ഇതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽ ആൻഡ് എഗ്രിമെൻറ്റ് ടു സെൽ. ദെൻ ദി നെക്സ്റ്റ് പോയിന്റ് നമ്മളെന്താ ഒരു എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് ഓഫ് സെയിൽ. ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ വാലിഡ് ആകണമെങ്കിൽ വാട്ട് ആർ ദി എസെൻഷ്യൽസ്? വാലിഡ് കോൺട്രാക്ട് ഓഫ് സെയിലാണ്. ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ വാലിഡ് ആകണമെന്നുണ്ടെങ്കിൽ ദെൻ പ്രധാനപ്പെട്ട എസെൻഷ്യൽസ് നമുക്ക് നോക്കാം. ആദ്യത്തെ റിക്വയർമെന്റ്, എല്ലാ കോൺട്രാക്റ്റുകളിലും നമ്മൾ ഓർത്തിരിക്കേണ്ടതെന്ന ഇഫ് ഇറ്റ് ഇസ് എ കോൺട്രാക്ട് it must fulfill all the essentials of a valid contract, such as എന്തൊക്കെയാ ഫ്രീ കൺസെൻറ്റ്, കൺസിഡറേഷൻ, ലീഗാലിറ്റി ഓഫ് ദി ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ലോഫുൾ ഓബ്ജക്റ്റ്, ദെൻ കൺസെൻസസ് അഡിഡെയിം, ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്, അങ്ങനെ കുറേയേറെ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഫുൾഫിൽ ചെയ്തിരിക്കണം. ഒരു കോൺട്രാക്റ്റ് അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആകണമെങ്കിൽ. ആൻഡ് ദിസ് ഈസ് ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓൾസോ. സോ ഓൾ റിക്വയർമെൻറ്റ്സ് ഓഫ് എ valid contract must be fulfilled in case of a contract of sale also. Then ഇനി ഏതെങ്കിലും ഒരു എസെൻഷ്യൽ പോയിന്റ് മിസ്സിംഗ് ആണെങ്കിൽ ആ കോൺട്രാക്ട് ഓഫ് സെയിൽ വിൽ ബി only a void contract, അതൊരിക്കലും വാലിഡ് ആകില്ല. ദെൻ സെക്കൻഡ് കണ്ടീഷൻ, there must be 2 parties in a contract of sale. ഒരു എഗ്രിമെന്റ് പോലെ തന്നെ in a contract of sale there must be 2 parties, സെല്ലറും ബയറും. സെല്ലർ is the owner of the goods, buyer is the person who buys goods from the seller for a price. In a contract of sale there must be 2 parties. That is the second essential condition. Then third condition, the subject matter of the contract of sale must be movable goods. So this sale of goods act is applicable only to movable goods. മൂവബിൾ ഗുഡ്സിൻ്റെ സെയിലുമായിട്ട് ബന്ധപ്പെട്ട റൂൾസാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ തന്നിരിക്കുന്നത്. സോ ഇൻ കേസ് ഓഫ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ, ദിസ് കോൺട്രാക്ട് ഓഫ് സെയിൽ ഇസ് റിലേറ്റഡ് ടു മൂവബിൾ ഗുഡ്സ്. ദാറ്റ് ഈസ് ദി സബ്ജക്റ്റ് ഓഫ് ദി കോൺട്രാക്ട് ഓഫ് സെയിൽ മസ്റ്റ് ബി മൂവബിൾ ഗുഡ്സ്. ദി സബ്ജക്ട് മാറ്റർ ഓഫ് ദി കോൺട്രാക്ട് ഓഫ് സെയിൽ മസ്റ്റ് ബി മൂവബിൾ ഗുഡ്സ്. കോൺട്രാക്ട് ഓഫ് സെയിൽ മസ്റ്റ് ബി റിലേറ്റഡ് ടു മൂവബിൾ ഗുഡ്സ്. മൂവബിൾ ഗുഡ്സിൻ്റെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്ട് മാറ്റർ ഓഫ് ദി കോൺട്രാക്ട് ഓഫ് സെയിൽ മസ്റ്റ് ബി മൂവബിൾ ഗുഡ്സ്. ഇമ്മൂവബിൾ ഗുഡ്സ് അല്ല, മൂവബിൾ ഗുഡ്സ് ആയിരിക്കണം. അപ്പോൾ മൂവബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഗുഡ്സ് ക്യാൻ ബി ഫിസിക്കലി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ദെൻ നമുക്ക് അതിൻ്റെ അത് കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഗുഡ്സ് മീൻസ് എവറി കൈൻഡ് ഓഫ് മൂവബിൾ ഗുഡ്സ്. അപ്പോൾ അതിൻ്റെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ഗുഡ്സിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എന്തൊക്കെ ഗുഡ്സ് ആണ് എന്ന് നോക്കാം. Goods means every kind of movable goods and includes stock and share. നമ്മൾ ഷെയറും സ്റ്റോക്കും സിംഗിൾ ഷെയർ അല്ലെങ്കിൽ ബൾക്കായിട്ട് വന്നു കഴിഞ്ഞാൽ, ദെൻ ഗ്രോയിങ് ക്രോപ്സ്, ഗ്രാസ്, ദെൻ കോപ്പി റൈറ്റ് ആൻഡ് പേറ്റന്റ് റൈറ്റ്, ഇതെല്ലാം മൂവബിൾ ഗുഡ്സിൻ്റെ കാറ്റഗറിയിലാണ് വന്നിരിക്കുന്നത്. സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് കോപ്പി റൈറ്റ് ആൻഡ് പേറ്റന്റ് റൈറ്റ്, ദെൻ ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റി എക്സെട്ര, ഇതെല്ലാം മൂവബിൾ ഗുഡ്സിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ദെൻ പ്രത്യേകമായിട്ട് ഇവിടെ ഓർത്തിരിക്കേണ്ടത്, goods does not include immovable property under the Sale of Goods Act 1930. Sale of Goods Act 1930 കീഴിൽ ഗുഡ്സിൻ്റെ കാറ്റഗറിയിൽ എന്താണ്? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉൾപ്പെടുത്തപ്പെടുന്നില്ല. എന്തൊക്കെ ഗുഡ്സ് ആണ് എന്ന് ഓർത്തിരിക്കുക. ദെൻ ദി ഓണർഷിപ്പ് ഓഫ് ദി ഫോർത്ത് പോയിന്റ്, ദി ഓണർഷിപ്പ് ഓഫ് ദി ഗുഡ്സ് മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ടു ദി ബയർ. So in case of an agreement to sell or in a contract of sale, the ownership of the goods must be transferred to the buyer from the seller. സെല്ലറിൽ നിന്നും ബയറിലേക്ക് ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യപ്പെടുന്ന കോൺട്രാക്റ്റുകൾ മാത്രമേ കോൺട്രാക്റ്റ് ഓഫ് സെയിലായിട്ട് മാറുന്നുള്ളൂ. ഇവിടെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യപ്പെടണം. Both the ownership and possession should be transferred. ഓണർഷിപ്പും പൊസഷനും ട്രാൻസ്ഫർ ചെയ്യപ്പെടണം. എങ്കിൽ മാത്രമേ അതൊരു സെയിലായി മാറുകയുള്ളൂ. Then the fifth point, there must be some price for the goods. So this transfer of ownership and possession
should be for a price. The property in the goods must be transferred from the seller to the buyer for a price. വിലയ്ക്കായിരിക്കണം അല്ലെങ്കിൽ കൺസിഡറേഷൻ ആയിരിക്കണം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് സെയിലാകുന്നില്ല, അത് ഡൊണേഷൻ ആയിരിക്കും. സോ ഇൻ കേസ് ഓഫ് സെയിൽ ഓൾവേസ് ദി ഗുഡ്സ് മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ഫോർ എ പ്രൈസ്. എങ്കിൽ മാത്രമേ, ഇപ്പം ഒരു വില പറയണം, ഒരു പ്രൈസിനായിരിക്കണം കൊടുക്കുന്നത്. അല്ല എങ്കിൽ എന്താണ്, അത് ഒരു ഡൊണേഷനായിട്ട് പോകും, സംഭാവനയായിട്ട് പോകും. ഇപ്പോൾ ഇൻ കേസ് ഓഫ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ there must be some price for the goods. Then the sixth point is contract of sale may be made either orally or in writing. ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ ഓറലി അല്ലെങ്കിൽ റൈറ്റിങ്ങിലോ ആകാം. ഇത് റൈറ്റിങ്ങിലാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ പറഞ്ഞിരിക്കുന്ന 6 പോയിന്റുകൾ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് ഓഫ് സെയിൽ ആണ്. Then the next point is subject matter of contract of sale. The subject matter of contract of sale will be movable goods. ഒരു കോൺട്രാക്ട് ഓഫ് സെയിലിൻ്റെ സബ്ജക്ട് മാറ്റർ എന്താ? മൂവബിൾ ഗുഡ്സ് ആണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. സബ്ജക്ട് മാറ്റർ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് മൂവബിൾ ഗുഡ്സ്. അപ്പം എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി, അതർ ആൻഡ് ആക്ഷനബിൾ ക്ലെയിംസ് ആൻഡ് മണി, അതാ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളൊരു സെക്ഷൻ 2 സബ്സെക്ഷൻ 7 തന്നിട്ടുണ്ട്. സോ അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 7, ഗുഡ്സ് മീൻസ് every kind of movable property other than actionable claims and money, and includes stocks and shares, growing crops, grass and things attached to and forming part of land, which are agreed to be severed before sale. Agreed to be severed, അത് ഭൂമിയിൽ നിന്ന് അവിടുന്ന് വേർതിരിച്ചെടുക്കും. severed before sale or under the contract of sale. Things like water, gas, copyright, trademark, electricity, etc. are goods. ഇപ്പം സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൻ്റെ കീഴിൽ ഗുഡ്സിൻ്റെ കാറ്റഗറിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സെക്ഷൻ 2 സബ്സെക്ഷൻ 7 തന്നിട്ടുണ്ട്. അപ്പം അത് ഓർത്തിരിക്കുക. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഡീൽസ് വിത്ത് മൂവബിൾ ഗുഡ്സ്. ഇതെല്ലാം മൂവബിൾ ഗുഡ്സ് ആണ്. ഇനി നമുക്ക് ഗുഡ്സിനെ വീണ്ടും തരംതിരിക്കുകയാണെങ്കിൽ ഗുഡ്സ് മേ ബി ഡിവൈഡ് ഇൻടു 3 ടൈപ്സ്. 3 തരത്തിലുള്ള ഗുഡ്സ് ആണ് വരുന്നത്. ആദ്യത്തെ എന്താണ്? എക്സിസ്റ്റിംഗ് ഗുഡ്സ്. എക്സിസ്റ്റിംഗ് ഗുഡ്. ദി സെക്കൻഡ് വിൽ ബി ഫ്യൂച്ചർ ഗുഡ്സ് ആൻഡ് കണ്ടിൻജന്റ് ഗുഡ്സ്. നമുക്കൊരു 3 തരത്തിലുള്ള ഗുഡ്സ് ആകാം. എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സിസ്റ്റ് അറ്റ് ദി ടൈം ഓഫ് സെയിൽ ഓർ എക്സിസ്റ്റ് അറ്റ് ദി ടൈം ഓഫ് എൻട്രിങ് ഇൻ ടു എ കോൺട്രാക്ട് ഓഫ് സെയിൽ. ഐഡൻറ്റിഫൈ ചെയ്തു, നിലവിലുള്ളതാണ് എക്സിസ്റ്റിംഗ് ഗുഡ്സ്. ദെൻ ഫ്യൂച്ചർ ഗുഡ്സും കണ്ടിൻജന്റ് ഗുഡ്സും ഉണ്ട്. നമുക്ക് ആ എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്താണെന്ന് നോക്കാം. ഗുഡ്സ് ഓൺഡ് ആൻഡ് പൊസസ്ഡ് ബൈ ദി സെല്ലർ. എക്സിസ്റ്റിംഗ് ഗുഡ്സ് ആർ ഗുഡ്സ് ഓൺഡ് ആൻഡ് പൊസസ്ഡ് ബൈ ദി സെല്ലർ അറ്റ് ദി ടൈം ഓഫ് മേക്കിംഗ് ദി കോൺട്രാക്ട് ഓഫ് സെയിൽ ആർ കോൾഡ് എക്സിസ്റ്റിംഗ് ഗുഡ്സ്. അപ്പോൾ എന്താ? ഗുഡ്സ് ഓൺഡ് ആൻഡ് പൊസസ്ഡ് ബൈ ദി സെല്ലർ. സെല്ലറിൻ്റെ ഉടമസ്ഥാവകാശത്തിലും കൈവശത്തിലുമുള്ളത്, ഉടമസ്ഥയിലും കൈവശത്തിലുമുള്ളത് at the time of making the contract of sale is known as existing goods. Then sometimes the seller may be in possession but may not be owner of the goods. ഇപ്പം പൊസഷനിലായിരിക്കും, ഉടമസ്ഥനാകണം അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥാവകാശം കാണണമെന്നില്ല. എന്നിരുന്നാലും നമ്മൾ പ്രധാനമായിട്ട് എന്താ? പൊസസ്ഡ് ബൈ ദി സെല്ലർ, ഓൺഡ് ആൻഡ് പൊസസ്ഡ് ബൈ ദി സെല്ലർ ആണ്. ദെൻ എക്സിസ്റ്റിംഗ് ഗുഡ്സ് മേ ബി again as a specific, ascertain or unascertain. എക്സിസ്റ്റിംഗ് ഗുഡ്സിനെ വീണ്ടും നമ്മളൊരു 3 കാറ്റഗറൈസ് ചെയ്യും. ദി ഫസ്റ്റ് വൺ ഈസ് സ്പെസിഫിക് ഗുഡ്സ്. സ്പെസിഫിക് ഗുഡ്സ് എന്താ? ഗുഡ്സ് ഐഡൻറ്റിഫൈഡ് ആൻഡ് എഗ്രീഡ് അപ്പോൺ അറ്റ് ദി ടൈം ഓഫ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ. കോൺട്രാക്ട് ഓഫ് സെയിൽ, ഇപ്പം കോൺട്രാക്ട് ഓഫ് സെയിൽ ഏർപ്പെടുമ്പോൾ തന്നെ വേർതിരിച്ചറിഞ്ഞ് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു. ഇപ്പം ഗുഡ്സ് എന്താണ്? ഗുഡ്സ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈഡ് ആൻഡ് എഗ്രീഡ് അപ്പോൺ at the time of entering into the contract of sale means specific goods. നമ്മളെന്താ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സ്പെസിഫിക് ഡോഗ്, ഒരു പ്രത്യേക പട്ടിയെ വിൽക്കാനുള്ള എഗ്രിമെൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എയ്ക്ക് 5 കാറുകളുണ്ട്, ഈ കാറിൽ നിന്നും ഒരു പ്രത്യേക കാർ വേർതിരിച്ച് വിൽക്കാനുള്ള ഒരു എഗ്രിമെൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഡിഫറെൻറ്റ് മേക്സ് എ ഹാവ് 5 cars. From that he agrees to sell his Maruti
ഏതെങ്കിലും അതിൻ്റെ കൃത്യമായ ഡിനോമിനേഷനോട് കൂടി പിന്നെ കളറിലുള്ളത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണ്, അത് സ്പെസിഫിക് ഗുഡ്സ് ആയിട്ട് മാറുന്നു. ദെൻ അസർട്ടൈൻ ഗുഡ്സ് വന്നു കഴിയുമ്പോൾ ഗുഡ്സ് ഐഡൻറ്റിഫൈഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ആൻ എഗ്രിമെൻറ്റ് ആഫ്റ്റർ ദി കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് മെയ്ഡ്. അസർട്ടൈൻ ഗുഡ്സ് എന്താ, കോൺട്രാക്ട് ഓഫ് സെയിലിൽ ഏർപ്പെട്ടതിന് ശേഷം കണ്ടെത്തുന്നത്. നോട്ട് ബിഫോർ എൻട്രിങ് ഇൻ ടു ദി കോൺട്രാക്ട് ഓഫ് സെയിൽ. ഗുഡ്സ് വിച്ച് ആർ അസർട്ടൈൻ ഓർ ഐഡൻറ്റിഫൈഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി എഗ്രിമെൻറ്റ് ആഫ്റ്റർ ദി കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് മെയ്ഡ്. നമുക്ക് അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എയ്ക്കൊരു 30 ടേബിൾ വിൽക്കാനുണ്ട്. അപ്പം എ സെൽസ് 10 ടേബിൾസ് ഫ്രം ദിസ് 30 ടേബിൾസ്. ഇപ്പം 30 എണ്ണം വിൽക്കുന്നു. അപ്പം ഈ വിൽപ്പന നടന്നു കഴിയുമ്പോഴാണ് പോയി ബി അത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ നോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണ്, ദാറ്റ് ഈസ് എ കേസ് ഓഫ് അസർട്ടൈൻ ഗുഡ്സ്. മറ്റേ സ്പെസിഫിക് ഗുഡ്സ് ആണെങ്കിൽ ഇതിന് മുമ്പ് തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അസർട്ടൈൻ ഗുഡ്സ് ആകുമ്പോൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ദെൻ അൺഅസർട്ടൈൻ ഗുഡ്സ് ആണെങ്കിൽ എന്താ, ഗുഡ്സ് വിച്ച് ആർ നോട്ട് ഐഡൻറ്റിഫൈഡ് ആൻഡ് എഗ്രീഡ് അപ്പോൺ അറ്റ് ദി ടൈം ഓഫ് ദി കോൺട്രാക്ട് ഓഫ് സെയിൽ. അപ്പം അൺഅസൈൻഡ് ഗുഡ്സ് ഓർ ജനറിക് ഗുഡ്സ് ആണ്. അൺഅസർട്ടൈൻഡ് ഓർ ജനറിക് ഗുഡ്സ്, ദി ഗുഡ്സ് വിച്ച് ആർ നോട്ട് ഐഡൻറ്റിഫൈഡ് ആൻഡ് എഗ്രീഡ് അപ്പോൺ അറ്റ് ദി ടൈം ഓഫ് ദി കോൺട്രാക്ട് ഓഫ് സെയിൽ. Then again, they are defined by description or even by samples. ഇപ്പം അൺഅസർട്ടൈൻഡോ ജനറിക്കോ ഗുഡ്സ് ആണെങ്കിൽ അവരെന്താ, ഡിഫൈൻഡ് ബൈ ഡിസ്ക്രിപ്ഷൻ ഓർ ഈവൻ ബൈ സാമ്പിൾസ്. അപ്പം അങ്ങനെ വരുന്നത് എന്താ, അൺഅസർട്ടൈൻ ഗുഡ്സ് ഓർ ജനറിക് ഗുഡ്സ്. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, എ പ്രോമിസസ് ടു സെൽ ടു ബി one of his 5 horses, pointing out especially any one of them. എയ്ക്ക് 5 കുതിരകളുണ്ട്, ഇതിൽ ഒരെണ്ണത്തിനെ ബിക്ക് ഒരു നിശ്ചിത വിലയ്ക്ക് വിൽക്കാമെന്ന് എഗ്രി ചെയ്യുന്നു. അപ്പം വിതൗട്ട് സ്പെസിഫിക്കലി പോയിൻറ്റിങ് ഔട്ട് എനി വൺ ഓഫ് ദം, ഏതെങ്കിലും ഒരെണ്ണത്തിനെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നില്ല. ഈ 5 കുതിരകൾ ഒരെണ്ണത്തിനെ വിൽക്കാമെന്നുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ, ദിസ് ഈസ് എ സെയിൽ ഓഫ് അൺഅസർട്ടൈൻഡ് ഹോഴ്സ്. ഇവിടെ ആ ഹോഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല, ഒരെണ്ണത്തിനെ കൊടുക്കാവുന്നേ പറയുന്നുള്ളൂ. ഇനി അതേസമയം അതിൻ്റെ അകത്ത് ഒരെണ്ണത്തിനെ പർട്ടിക്കുലറായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ കാറ്റഗറി മാറും. ദാറ്റ് വിൽ ബിക്കം സ്പെസിഫിക് ആയിട്ട് മാറും, സ്പെസിഫിക് ആണ്. ദെൻ അടുത്ത് ഫ്യൂച്ചർ ഗുഡ്സ്, രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് ഫ്യൂച്ചർ ഗുഡ്സ്. അപ്പോൾ ഇവിടെ എന്താ, ഫ്യൂച്ചർ ഗുഡ്സ് ഈസ് ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് ആൻ എഗ്രിമെൻറ്റ് ടു സെൽ. ഒരു എഗ്രിമെൻറ്റ് സെല്ലിലാണ് ഫ്യൂച്ചർ ഗുഡ്സ് വരുന്നത്. ദീസ് ആർ ദി ഗുഡ്സ് വിച്ച് ദി സെല്ലർ ഡസ് നോട്ട് പൊസസ്. ഈ ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, these are the goods the seller does not possess at the time of entering into the contract of sale. അപ്പോൾ കോൺട്രാക്ട് ഓഫ് സെയിൽ ഏർപ്പെടുന്ന സമയത്ത് സെല്ലറിൻ്റെ കൈവശം ഈ സാധനങ്ങളില്ല. ആഫ്റ്റർ എൻട്രിങ് ഇൻ ടു എ കോൺട്രാക്ട് ഓഫ് സെയിൽ, ദി സെല്ലർ മേ മാനുഫാക്ചർ, പ്രൊഡ്യൂസ് ഓർ പ്രൊക്യൂർ സച്ച് ഗുഡ്സ്. ആ സെയിൽ ഏർപ്പെട്ടതിന് ശേഷമായിരിക്കും സെല്ലർ ഒന്നെങ്കിൽ ഇത് മാനുഫാക്ചർ ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ ഒന്നെങ്കിലും വാങ്ങും. അതിനാണ് ഫ്യൂച്ചർ ഗുഡ്സ് പറയുന്നത്. Then a contract of sale or future goods is an agreement to sell and not a sale. ഫ്യൂച്ചർ ഗുഡ്സിന് വേണ്ടിയുള്ള കോൺട്രാക്ട് ടു സെൽ എന്താണ്, അത് ഒരു കോൺട്രാക്ട് ഓഫ് സെൽ മാത്രമാണ്, സെയിൽ അല്ല. ഫ്യൂച്ചർ ഗുഡ്സിന് വേണ്ടിയുള്ള കോൺട്രാക്റ്റ് എല്ലാം എഗ്രിമെൻറ്റ് ടു സെൽ ആയിരിക്കും, സെയിൽ അല്ല. ദെൻ ഇനി നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, എ എഗ്രീസ് ടു സെൽ ടു ബി ഓൾ ദി കോക്കനട്ട്സ് വിച്ച് വിൽ ബി പ്രൊഡ്യൂസ് ഇൻ ഹിസ് പ്രോപ്പർട്ടി നെക്സ്റ്റ് ഇയർ. A agrees to sells to be all the coconuts which will be produced in his property next year. അവിടെ എന്താ, ഫ്യൂച്ചർ ഗുഡ്സ് ആണ്. അടുത്ത വർഷം ഉണ്ടാകുന്ന എല്ലാ കോക്കനട്ടും വിറ്റ് വെക്കാം അല്ലെങ്കിൽ കൊടുത്തുകൊള്ളാം എന്നൊരു എഗ്രിമെൻ്റ് ആണ്. അത് ഫ്യൂച്ചർ ഗുഡ്സിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഗുഡ്സിൻ്റെ കാറ്റഗറി വന്നു കഴിയുമ്പോൾ എന്താണ്, എക്സിസ്റ്റിംഗ് ഗുഡ്സ്, ദെൻ രണ്ടാമത്തത് ഫ്യൂച്ചർ ഗുഡ്സ്, ആൻഡ് ദി തേർഡ് വൺ ഈസ് കണ്ടിൻജൻറ്റ് ഗുഡ്സ്. കണ്ടിൻജൻറ്റ്, ഡിപ്പെൻഡിങ് ഓൺ എ കണ്ടിൻജൻസി, ഏതെങ്കിലും ഒരു ഫ്യൂച്ചർ ഇവൻറ്റിനനുസരിച്ച് കൈവശം കിട്ടിയേക്കാവുന്ന സാധനങ്ങളുടെ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കണ്ടിൻജൻറ്റ് ഗുഡ്സ്. ദി കണ്ടിൻജൻറ്റ് ഗുഡ്സ് ആർ എ ടൈപ്പ് ഓഫ് ഫ്യൂച്ചർ ഗുഡ്സ്, ദി അക്വിസിഷൻ ഓഫ് വിച്ച് ബൈ ദി സെല്ലർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കണ്ടിൻജൻസി വിച്ച് മേ ഓർ മേ നോട്ട് ഹാപ്പൻ.
ഇപ്പോൾ കണ്ടിന്യൂസ് ഗുഡ്സിന് എന്താ, ഇതിൻ്റെ അക്വിസിഷൻ ഡിപ്പെൻഡ്സ് ഓൺ എ ഫ്യൂച്ചർ ഇവൻറ്റ് വിച്ച് മേ ഓർ മെ നോട്ട് ഹാപ്പൻ, അതാണ് കണ്ടിന്യൂസ് ഗുഡ്സ്. ഇപ്പം അതിന് നമ്മളൊരു എക്സാമ്പിൾ ആണെങ്കിൽ എ അഗ്രി ടു സെൽ ടു ബി സർട്ടൻ ഗുഡ്സ് വിച്ച് ആർ ടു ബി അറൈവ്ഡ് ബൈ എ ഷിപ്പ്. എ അഗ്രീസ് ടു സെൽസ് ടു ബി സർട്ടൻ ഗുഡ്സ് വിച്ച് ആർ ടു ബി അറൈവ്ഡ് ബൈ എ ഷിപ്പ്. എന്താ, കപ്പലിൽ വരാനുള്ള സാധനങ്ങളാണ്. ആ കപ്പലിൽ ഈ സാധനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ വിൽക്കാമെന്നാണ്, അവിടെ ഒരു കണ്ടിൻജൻസി വന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്താണ്, കണ്ടിൻജന്റ് ഗുഡ്സ് ആണ്. അപ്പം ദെൻ കണ്ടിൻജന്റ് ഗുഡ്സ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആ ഗുഡ്സിൻ്റെ കാറ്റഗറൈസേഷൻ അത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പം എന്താ, എക്സിസ്റ്റിംഗ് ഗുഡ്സ്, ദെൻ ഫ്യൂച്ചർ ഗുഡ്സ് ആൻഡ് കണ്ടിൻജന്റ് ഗുഡ്സ്. ദെൻ കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ്, ഇത് രണ്ടും സ്റ്റിപ്പുലേഷൻസ് ആണ്. കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ് ബോത്ത് ആർ സ്റ്റിപ്പുലേഷൻസ്. ഇപ്പം നമ്മൾ ആ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. എ കണ്ടീഷൻ ഈസ് എ സ്റ്റിപ്പുലേഷൻ എസെൻഷ്യൽ ടു ദി മെയിൻ പർപ്പസ് ഓഫ് ദി കോൺട്രാക്ട് ഓഫ് സെയിൽ, the breach of which gives rise to a right to treat the contract as repudiated. Condition, a condition is a stipulation essential to the main purpose of the contract, the breach of which gives rise to treat the contract as repudiated. ഒരു കണ്ടീഷൻ ബ്രീച്ച് ആയി കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് അവസാനിപ്പിക്കുന്നതായിട്ട് കണക്കാക്കാം. കാരണം ദാറ്റ് സ്റ്റിപ്പുലേഷൻ ഈസ് എസെൻഷ്യൽ ടു ദി മെയിൻ പർപ്പസ്. ആ സ്റ്റിപ്പുലേഷൻ എസെൻഷ്യലാണ്. അത് ഒഴിവായി കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റിൻ്റെ പർപ്പസ് തന്നെ ഇല്ലാതാകും. അതുകൊണ്ട് ഒരു കണ്ടീഷൻ ബ്രീച്ച് ആയി കഴിഞ്ഞാൽ ആ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് അതർ പാർട്ടി ക്യാൻ വിഡ്രോ, അല്ലെങ്കിൽ അതർ പാർട്ടി ക്യാൻ റെപ്യൂഡിയേറ്റ് ദി കോൺട്രാക്ട്. ദെൻ ദി നോൺ ഫുൾഫിൽമെൻറ്റ് ഡിഫീറ്റ് ദി വെരി ബേസ് ഓഫ് ദി കോൺട്രാക്ട്. ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നില്ല എങ്കിൽ അത് ആ കോൺട്രാക്റ്റിൻ്റെ ബേസ് തന്നെ ഡിഫീറ്റ് ചെയ്യും. അതുകൊണ്ടത് റെപ്യൂഡിയേറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ, എ വെൻ ടു ബി ദാറ്റ് ഹി വാണ്ടഡ് എ ഹോഴ്സ് വിച്ച് വുഡ് റൺ അറ്റ് എ സ്പീഡ് ഓഫ് 50 km/h. എ ബിയുടെ അടുത്ത് ചെന്നു. എ ബിയുടെ എന്താ, ബി ഒരു ഹോഴ്സ് ഡീലറാണ്. എ ബിയോട് പറഞ്ഞത് എനിക്ക് 50 km വേഗത്തിൽ ഓടുന്ന ഒരു ഹോഴ്സിനെ വേണം. അപ്പം ബി സമ്മതിച്ചു. ദെൻ ബി പോയിന്റഡ് ഔട്ട് എ പർട്ടിക്കുലർ ഹോഴ്സ് ആൻഡ് സെഡ് ദിസ് വിൽ ഡു. ബി ഒരു കുതിരയെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, നീ ഇതിനെ എടുത്തുകൊണ്ട് പൊക്കോ, ഇത് 50 km വേഗതയിൽ ഓടും. ബട്ട് ആഫ്റ്റർവേഴ്സ് ബി ഫൗണ്ട് ദാറ്റ് ദി ഹോഴ്സ് ആഫ്റ്റർവേഴ്സ് എ ഫൗണ്ട് ദാറ്റ് ദി ഹോഴ്സ് റൺസ് ഓൺലി അറ്റ് 30 km/h. 30 km സ്പീഡിലേ ഓടുന്നുള്ളൂ. ദിസ് ലീഡ്സ് ടു എ ബ്രീച്ച് ഓഫ് കണ്ടീഷൻ. ഒരു ബ്രീച്ച് ഓഫ് കണ്ടീഷനാണ്. കാരണം അവിടെ സ്റ്റിപ്പുലേഷൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹോഴ്സ് മസ്റ്റ് റൺ അറ്റ് എ സ്പീഡ് ഓഫ് 50 km/h. അത് ബ്രീച്ച് ആയി കഴിഞ്ഞാൽ കണ്ടീഷൻ ബ്രീച്ച് ആകുന്നു. കണ്ടീഷൻ ബ്രീച്ച് ആകുന്നു കൂടി ആ കോൺട്രാക്ട് റെപ്യൂഡിയേറ്റ് ചെയ്യാം. ദെൻ സെക്കൻഡ് ഈസ് വാറണ്ടി. കണ്ടീഷനും വാറണ്ടിയും സ്റ്റിപ്പുലേഷൻസ് ആണ്. എ വാറണ്ടി ഈസ് എ സ്റ്റിപ്പുലേഷൻ വിച്ച് ഈസ് കൊളാട്രൽ ടു ദി മെയിൻ പർപ്പസ് ഓഫ് ദി കോൺട്രാക്ട്. ഇത് കൊളാട്രൽ ആണ്. ദി ബ്രീച്ച് ഓഫ് വാറണ്ടി ഗീവ്സ് റൈസ് ടു ക്ലെയിം ഫോർ ഡാമേജസ്. വാറണ്ടി ബ്രീച്ച് ആയി കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് റെപ്യൂഡിയേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. ഓൺലി ദി അതർ പാർട്ടി ക്യാൻ ക്ലെയിം ഡാമേജസ്. വാറണ്ടി ഈസ് എ സ്റ്റിപ്പുലേഷൻ ഓൺലി കൊളാട്രൽ ടു ദി മെയിൻ പർപ്പസ്. എസെൻഷ്യൽ അല്ല, കൊളാട്രൽ ആണ്. അതുകൊണ്ട് വാറണ്ടി ബ്രീച്ച് ആയി കഴിഞ്ഞാൽ ഓൺലി ഡാമേജസ് ക്യാൻ ബി ക്ലെയിംഡ്. കാരണം എന്തുകൊണ്ടാണ്, ഒരു വാറണ്ടി നോൺ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ നോൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് വാറണ്ടി ഡസ് നോട്ട് ഡിഫീറ്റ് ദി വെരി പർപ്പസ് ഓഫ് ദി ബയർ. അപ്പം ബയർ എന്തിനു വേണ്ടിയാണോ ഈ സാധനം വാങ്ങുന്ന പർപ്പസ് അത് പരാജയപ്പെടുന്നില്ല. ആ പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം, പക്ഷെ സ്റ്റിപ്പുലേഷൻ ഫുൾഫിൽ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്താ, ബയർ ക്യാൻ ഓൺലി ക്ലെയിം ഡാമേജസ്. ദെൻ ഹി കനോട്ട് അവോയ്ഡ് ദി കോൺട്രാക്ട്, അല്ലെങ്കിൽ ഹി കനോട്ട് റെപ്യൂഡിയേറ്റ് ദി കോൺട്രാക്ട്. അപ്പോൾ ഇത് രണ്ടും ഓർത്തിരിക്കുക, കണ്ടീഷനും വാറണ്ടിയും. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടീഷൻ ആൻഡ് വാറണ്ടീസ്, പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്. എ കണ്ടീഷൻ ഈസ് എ സ്റ്റിപ്പുലേഷൻ വിച്ച് ഈസ് എസെൻഷ്യൽ ടു ദി മെയിൻ പർപ്പസ്. കണ്ടീഷൻ ഈസ് എസെൻഷ്യൽ ടു ദി മെയിൻ പർപ്പസ്. ദെൻ വാറണ്ടി ഈസ് ഓൺലി കൊളാട്രൽ ടു ദി മെയിൻ പർപ്പസ്. അത് ഓർത്തിരിക്കുക, അതാണ് ആദ്യത്തെ ഒരു ഡിഫറൻസ്. എ കണ്ടീഷൻ ഈസ് എ സ്റ്റിപ്പുലേഷൻ വിച്ച് ഈസ് എസെൻഷ്യൽ ടു ദി മെയിൻ പർപ്പസ് ഓഫ് ദി കോൺട്രാക്ട്. ദെൻ വാറണ്ടി ഈസ് ഓൺലി, വാറണ്ടി എന്താണ്, കൊളാട്രൽ ആണ്. സെക്കൻഡ് വൺ, ഇഫ് ദർ ഈസ് എ ബ്രീച്ച് ഓഫ് കണ്ടീഷൻ, കണ്ടീഷൻ ബ്രീച്ച് ആയി കഴിഞ്ഞാൽ
the aggrieved party can repudiate the contract. Then if there is a breach of warranty, the aggrieved party can only claim for damages, അല്ലെങ്കിൽ he can claim for damages. Then the third difference is, a breach of condition may be treated as a breach of warranty. ഒരു കണ്ടീഷൻ ബ്രീച്ച് ആയാലും ഒരു വാറണ്ടിയുടെ ബ്രീച്ചായിട്ട് കണക്കാക്കി വേണമെങ്കിൽ ആ കോൺട്രാക്റ്റുമായിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ആ ഡീലിങ്ങുമായിട്ട് മുന്നോട്ട് പോകാം. Then a breach of warranty cannot be considered as breach of condition. പക്ഷെ ഒരിക്കലും ഒരു വാറണ്ടി ബ്രീച്ച് ആയി കഴിഞ്ഞാൽ അത് കണ്ടീഷൻ ബ്രീച്ച് ആയതായിട്ട് കണക്കാക്കുകയും ആ കോൺട്രാക്ട് റെപ്യൂഡിയേറ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റില്ല. ഇതാണ്, ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടീഷൻ ആൻഡ് വാറണ്ടി.